സിറിയയുടെ വലിയ ഭാഗം പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം. മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടവും അതിർത്തികളും ഇസ്രായേൽ മാറ്റിവരയ്ക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സിറിയയുടെ ഗൊലാൻ കുന്നും കടന്ന് ബഫർ സോണും കടന്ന് കുതിക്കുന്ന ഇസ്രായേൽ പട ഇപ്പോൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിനും അടുത്തെത്തി. ഇനി വെറും 20 കിലോമീറ്ററുകൾ മാത്രം. അതായത് സിറിയയുടെ തലസ്ഥാനത്തിൻ്റെ 20 കിലോമീറ്റർ അകലെ വരെ ഇസ്രായേലിൻ്റെ കരസേന എത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട എത്തിയിരിക്കുന്നു. ഇനി അമേരിക്കയുടെ ഒരു നിർദ്ദേശം മാത്രം മതി, ഒരു കുതിപ്പിന് ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനം പിടിച്ചെടുക്കും. അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് സിറിയയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെ മൂടോടെ പിഴുതെറിയുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിന് കരുത്തായി കൂട്ടിന് അമേരിക്കയുമുണ്ട്. തിരിച്ചടിക്കാൻ ഒരു പൊട്ടാസ് പോലുമില്ലാതെ അന്തിച്ചു നിൽക്കുകയാണ് സിറിയയിലെ വിമതന്മാർ. വെള്ളിയാഴ്ച രാത്രി സിറിയൻ തലസ്ഥാനത്തെ വിറപ്പിച്ച ഇസ്രായേൽ വ്യോമാക്രമണം സൈന്യത്തിൻ്റെ 4ാം ഡിവിഷൻ്റെ ആസ്ഥാനത്തെയും സമീപ ഗ്രാമപ്രദേശങ്ങളിലെ റഡാർ ബറ്റാലിയനെയും ലക്ഷ്യം വച്ചതായി ഡമാസ്കസ് പറയുന്നു. ബസാറുൽ അസദിൻ്റെ പതനം ആഘോഷിക്കാൻ 10,000-കണക്കിന് ആളുകൾ വെള്ളിയാഴ്ച ഡമാസ്കസിലും രാജ്യത്തെ മറ്റു പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും നഗരങ്ങളിലും തെരുവിലിറങ്ങി. ആഹ്ലാദം ഇവർ പങ്കുവയ്ക്കുമ്പോഴാണ് അവരുടെ രാജ്യം ഒരു വെടി പോലും ഉതിർക്കാതെ പുഷ്പം പോലെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ബാഷർ അൽ അസദിൻ്റെ പതനത്തോടെ തന്നെ ഇസ്രായേൽ ഒരു കാര്യം കണക്ക് കൂട്ടിയിരുന്നു: ഇനി സിറിയയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കുക. സിറിയ എന്ന കാലങ്ങളായി ഇസ്രായേലിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഭയപ്പെടേണ്ട ആ ശത്രുവിനെ നിസാരമായി പിടിച്ചെടുക്കുക. ഇതായിരുന്നു ഇസ്രായേൽ കരുതി വച്ചത്. അത് അവർ നടപ്പാക്കുകയും ചെയ്തു. ജോർദാനിൽ ഒരു വമ്പൻ മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ സിറിയയിലെ പുതിയ ഭരണകൂടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ മീറ്റിംഗിൽ തുർക്കി, അറബ് പ്രതിനിധികൾ, അമേരിക്ക എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ്, ഈ മീറ്റിംഗ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സിറിയ പിടിച്ചടക്കി ഇസ്രായേൽ പടയോട്ടം നടത്തുന്നത്. ഇതിനിടെ സിറിയയിലെ സ്ഥിതിഗതികളും മറ്റ് തന്ത്രപരവും പ്രാദേശികവുമായ ഭീഷണികളും ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നത US സൈനിക ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ സന്ദർശിച്ചു. US-ൻ്റെ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ മൈക്കേൽ കുറില്ല, ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹെലേവി, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. സിറിയയിലെ ഇസ്രായേൽ ഇടപെടൽ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തിയിരുന്നു. അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ വമ്പൻ വ്യോമാക്രമണം സിറിയയിലേക്ക് ഉണ്ടായത്. 48 മണിക്കൂറിനിടെ 2 തവണ ഇസ്രായേലി സൈന്യം സിറിയ ആക്രമിച്ചു. ആക്രമണത്തിൽ സിറിയയിലെ സർവ്വതും നശിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും സിറിയയുടെ ആയുധ ശേഖരങ്ങൾ ഒന്നാകെ തകർത്തു. സിറിയയുടെ പ്രധാനപ്പെട്ട സൈനിക ശേഷിയെ ഇല്ലായ്മ ചെയ്തു. 35ഓളം ഫൈറ്റർ ജെറ്റുകൾ, 15 പടക്കപ്പലുകൾ, 30-ലധികം ഹെലികോപ്റ്ററുകൾ, 100-കണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ, ആയുധ ശേഖരങ്ങൾ, ഇങ്ങനെ സിറിയൻ സൈന്യത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളുടെ 86% ഇസ്രായേൽ തകർത്തതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രവുമല്ല, ഏറ്റവും പ്രധാനമായി സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആക്രമിച്ചില്ലാതാക്കി. സിറിയയുടെ ആകാശപാതയിലൂടെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇതാണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ സ്വന്തമാക്കിയത്. അതിനു പിന്നാലെ ഗൊലാൻ കുന്നുകളിലെ ഹെർബൺ പർവ്വതം തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തു. ഹെർബൺ പർവ്വതത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന സിറിയയുടെ ബേസ് ക്യാമ്പിനെ അവിടെ നിന്ന് പുറത്താക്കി. എന്നിട്ട് ആ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ബേസ് ക്യാമ്പ് ആരംഭിച്ചു. ബഫർ സോൺ കടന്നുള്ള പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഇതെന്തിനുള്ള പുറപ്പാടാണ്? ഇസ്രായേൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഗൾഫ് മേഖലയുമൊക്കെ. ഇറാന് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, തുർക്കിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഈജിപ്റ്റ് നാവെടുക്കുന്നില്ല. അങ്ങനെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന ആരും തന്നെ ഇസ്രായേലിനെതിരെ മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലാകട്ടെ ഓരോ ദിവസവും തങ്ങളുടെ അയൽക്കാരായിട്ടുള്ള ശത്രുക്കളെ കടന്നാക്രമിക്കുകയാണ്.
ആദ്യം ഹമാസിനെ തീർത്തു, പിന്നാലെ ഹിസ്ബുള്ളയെ തീർത്തു, 2 തവണ ഇറാനെ ആക്രമിച്ചു, ഹൂതികളെ ആക്രമിച്ചു, യമൻ ആക്രമിച്ചു, ഹുദൈദ തുറമുഖം ആക്രമിച്ചു. ഇപ്പോൾ ഇതാ സിറിയയെ ആക്രമിക്കുന്നു, സിറിയയ്ക്കുള്ളിൽ കടന്നു കയറിയിരിക്കുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിനെ ഏത് നിമിഷവും പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സൈന്യം. അമേരിക്കയുടെ ഒരു ഉത്തരവ് മതി, ഒരു നിർദ്ദേശം മതി, ഡമാസ്കസ് ഇസ്രായേലിൻ്റെ കയ്യിലെത്തിയിരിക്കും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ വമ്പൻ നീക്കമുണ്ടായിരുന്നു. ഇസ്രായേൽ വ്യോമസേനയുടെ മുന്നൊരുക്കങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് മുന്നോടിയായിട്ടാണ് സിറിയയുടെ വ്യോമപാത ഇസ്രായേൽ സ്വതന്ത്രമാക്കിയത്. റഷ്യ നിർമ്മിച്ച് നൽകിയ S-300 വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു. ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇറാന്, സിറിയയ്ക്ക്, തുർക്കിക്ക് ഒക്കെ റഷ്യ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്ന് വൻതോതിൽ പണം കൊടുത്ത് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് തങ്ങളുടെ ആകാശപാത വളരെ സുരക്ഷിതമാക്കി ഇരിക്കുകയായിരുന്നു സിറിയ. അതുകൊണ്ട് തന്നെ സിറിയയുടെ ആകാശപാത ഈ അടുത്തിടെയൊന്നും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടില്ല. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ പോയതുപോലും ജോർദാൻ്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം സിറിയയെ ആക്രമിച്ച് സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതോടെ വളരെ ഈസിയായിട്ട് സിറിയയുടെ ആകാശപാതയിലൂടെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയും. അപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ കരുതലോടെ ഇരിക്കുക. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ ഇറാന് വമ്പൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ വ്യോമസേന എന്തോ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അമേരിക്കയുടെ 50ഓളം വരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഒന്നിച്ചായിരിക്കും ഇറാനിലേക്ക് എത്തുക. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കും, ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ തകർക്കും, ഇറാൻ്റെ ആണവോപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള മേഖലകൾ തകർക്കും. അങ്ങനെ സമ്പൂർണ്ണമായി ഇറാനെ ആണവമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നടപ്പാക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. ജനുവരി മാസം 20-ാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റായി താൻ അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാനെ ആണവമുക്തമാക്കിയിരിക്കണം. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ഇറാൻ പുറമേ ആണവ പരീക്ഷണം നടത്തുന്നില്ല എന്ന് പറയുന്നെങ്കിലും ഇറാൻ്റെ ഉള്ളിൽ ആണവ പരീക്ഷണം നടക്കുന്നുണ്ട്. ഇറാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതാണ്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ വമ്പൻ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനു പിന്നാലെ അമേരിക്ക തന്നെ ഇസ്രായേലിന് അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ ആക്രമിച്ചോളൂ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ തന്നെ പൂർണ്ണമായും തകർത്തുകൊള്ളൂ എന്ന്.